പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയുമെന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി സാർ, ആചാര്യ സുലേഖ മാം, മുഖ്യ അഡ്മിൻ അനിൽ അങ്കിൾ, അഡ്മിൻ പാനൽ അംഗങ്ങൾ, ഗ്രൂപ്പിലെ എല്ലാ മുതിർന്ന അംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. നവരാത്രി മഹോത്സവത്തിൻ്റെ 6ാം ദിവസമായ ഇന്ന് ജനനീ നവരത്ന മഞ്ജരിയുടെ 6ാം മന്ത്രമാണ് എനിക്ക് ഇന്ന് മനനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ചെറിയൊരു ആമുഖത്തിലേക്ക് കടക്കാം. ശിവഗിരിയിലെ ശാരദാ മഠത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരു രചിച്ച സ്തോത്രകൃതിയാണ് ജനനീ നവരത്ന മഞ്ജരി. ശാരദ അറിവിന്റെ ദേവതയാണ്. ഇവിടെയാകട്ടെ അറിവ് വടിവാർന്നവളായി തന്നെ ശാരദയെ കാണുന്നു. അറിവാണല്ലോ ആത്മസ്വരൂപം. ആത്മസത്യം സ്വന്തം മായ കൊണ്ട് എല്ലാമായി വടിവാർന്നതാണ് പ്രപഞ്ചം. അതായത് സകലതിൻ്റെയും പ്രഭവസ്ഥാനം ആത്മാവാണ്, അറിവാണ്. അതുകൊണ്ട് ദേവിയെ ജനനിയായി കാണുന്നു. നമുക്കിനി 6ാം മന്ത്രത്തിലേക്ക് കടക്കാം. മീനായതും ഭവതി മാനായതും ജനനി നീനാക്കവും നഖകം താനായതും ധരനദീനാരിയും നരനുമാനാകവും നരകവും നീ നാമരൂപമതിൽ നാനാ വിധ പ്രകൃതി മാനായി നിന്നറിയുമേ ജ്ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലവും. നമുക്കിനി ഈ വരികളുടെ അർത്ഥവിശകലനത്തിലേക്ക് കടക്കാം. അറിവിന്റെ കേവല ഭാവമായ നാഥമാകുന്ന സ്വരൂപത്തോടു കൂടിയ അമ്മേ, നിന്റെ സ്ഥൂല സങ്കല്പന രൂപം പകർന്നത് തന്നെയാണല്ലോ. മീനായിരിക്കുന്നതും മാനായിരിക്കുന്നതും നീ തന്നെയാണല്ലോ. പാമ്പായിട്ടും പർവ്വതമായിട്ടും പക്ഷികളായിട്ടും രൂപം പകർന്നിരിക്കുന്നത്. ഈ ഭൂമണ്ഡലമായിരിക്കുന്നതും അതിലൊഴുകുന്ന നദികളായിരിക്കുന്നതും നീ തന്നെ. സ്ത്രീയായിരിക്കുന്നതും പുരുഷനായിരിക്കുന്നതും നീ തന്നെ. സ്വർഗമായിരിക്കുന്നതും നരകമായിരിക്കുന്നതും നീ തന്നെ. സകലതും നീ തന്നെ. സകലതിനെയും വേർതിരിച്ചറിയുന്നതിനും ഉപകരിക്കുന്ന നാമമായും രൂപമായും ഇരിക്കുന്നതും നീ തന്നെ. ഈ നാമരൂപങ്ങളോട് കൂടിയ നാനാതരം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നാനാതരത്തിൽ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കത്തക്കവണ്ണമുള്ള ആന്തരിക പ്രകൃതിയോട് കൂടിയവനാണ് ഞാൻ. ഈ ഞാനായിരിക്കുന്നതും നീ തന്നെ. നീ തന്നെയാണ് ഈ സകല പ്രപഞ്ചമായും ഞാനായും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതെന്തൊരാശ്ചര്യമാണ്! സകലതും നീ നടത്തുന്ന നടനത്തിന്റെ ഭാവ അഭിനയ മുഖങ്ങൾ മാത്രം. അമ്മേ, നീ സകലതിലും നിറഞ്ഞിരിക്കുന്ന സത്യമാണ്. സത്തയുള്ളതിലെല്ലാം ഉള്ള സദ്വസ്തു നീയാണല്ലോ. വാഗ്രൂപത്തിൽ പ്രകടമായി തീർന്നിട്ടുള്ള അറിവുകളിലെല്ലാം
അവയുടെ കേവല സത്തയായിരിക്കുന്നത് നാദമാണ്. നാദത്തിന് രൂപഭേദം കൈവന്നതാണല്ലോ വാക്കുകൾ അഥവാ ശബ്ദങ്ങൾ. അങ്ങനെയുള്ള കേവലമായ നാദരൂപത്തിലുള്ള സത്യമാണ് നീ. അറിവിൽ പ്രതീതമാകുന്നതാണ് മാനും മയിലും പുലിയും പാമ്പും പ്രാവും പരുന്തും ഭൂമിയും വെള്ളവും എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അമ്മേ നിന്റെ മായരൂപങ്ങൾ തന്നെയാണ് എല്ലാം. ഇങ്ങനെ അറിവ് നാനാരൂപങ്ങളായി ഭാവം പകരുന്നതിൽ വൈവിധ്യം മാത്രമല്ല ഉള്ളത്, വൈജാത്യവും വൈരുദ്ധ്യവുമുണ്ട്. പുരുഷൻ സ്ത്രീ, സ്വർഗം നരകം, നന്മ തിന്മ, ധർമ്മം അധർമ്മം എന്നിങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ അക്കൂട്ടത്തിൽ പെടുന്നതാണ്. വാസ്തവത്തിൽ ഈ വൈവിധ്യങ്ങളാണ് പ്രപഞ്ച രഹസ്യത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നതും. അമ്മേ, ഇങ്ങനെ എന്തെല്ലാമായാണ് നീ രൂപമാർന്നിരിക്കുന്നത്. വാസ്തവത്തിൽ നീ ഇതൊന്നുമായി തീർന്നില്ല. ഇതെല്ലാം നിന്റെ നടനം മാത്രമാണ്. ആ നടനത്തിൽ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ മാത്രമാണ് ഇപ്പറഞ്ഞതൊക്കെ. ആ ഭാവ അഭിനയത്തിലെ രസം അനുഭവിക്കുന്നതും മറ്റാരുമല്ല, നീ തന്നെയാണ്. ജീവിതത്തെ ആകെ നിന്റെ നാടകമായി കാണുമ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് തോന്നിയിരുന്ന പ്രതിസന്ധികളും ദുഃഖങ്ങളുമൊക്കെ എങ്ങോ പോയി മറഞ്ഞ ഒരനുഭവം. എങ്ങോ അല്ല, നിന്നിൽ തന്നെയാണ് പോയി മറഞ്ഞത്. നാടകത്തിലെ ഭാവ അഭിനയങ്ങൾ രസാനുഭവത്തിനുള്ള ഉപാധിയായിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ നിന്റെ ആനന്ദ സ്വരൂപം ആനുഭൂതികമായി യാഥാർത്ഥ്യമായി തീരുന്നതിനു വേണ്ടി നീ തന്നെ നടത്തുന്ന ഭാവ അഭിനയം മാത്രമാണ് ഇക്കണ്ട വൈവിധ്യവും വൈചാര്യവും വൈചിത്ര്യവും ഒക്കെ. ഒരിക്കൽ കൂടി കൃതി ആലപിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. മീനായതും ഭവതി മാനായതും ജനനി നീനാകവും നഗഗകം താനായതും ധരനദീനാരിയും നരനുമാനാകവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.